ഞങ്ങളങ്ങനെ ആട്ടം മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. വിനയ് ഫോർട്ട് ആണ് ഇതിലൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പിന്നെ സെറീൻ ഷിഹാബ് ഫീമെയിൽ ക്യാരക്ടർ, ഫീമെയിൽ ലീഡ് ചെയ്തിട്ടുള്ളത് അവരാണ്. പിന്നെ കലാഭവൻ ഷാജോൺ ഡയറക്ടറും റൈറ്ററും ഒരാളാണ്. ആനന്ദ് ഏകാർഷി എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ്. അറിയില്ല. സുധീർ ബാബു, നന്ദിനി ഗോപാലകൃഷ്ണൻ, പിന്നെ അട്ടി കുര്യൻ, സനോഷ് മുരളീധരൻ, ഷിജിൻ സിജീഷ്, അജി തിരുവങ്കുളം, നന്ദനുണ്ണി. അങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-12 പേര്, ഇല്ല ഒരു 15 പേര്. അമ്മയും കുട്ടി, പിന്നെ വന്ന 2 ഫോറിനേഴ്സ്. അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രം സ്ക്രീനിൽ വന്നു പോകും. അതായത് ഡ്രാമ ആണ്, മൊത്തത്തിലൊരു ഡ്രാമ ആണ് ഈ സിനിമ. അപ്പോ ഒരു BGMന്റെ അതിപ്രസരം ഇല്ലാതെ അല്ലേ സിനിമ സ്റ്റാർട്ട് ചെയ്യണതും എൻഡ് ചെയ്യണതും ഒരു ഡ്രാമയിലാണ്. അതെ, ഒരു ഡ്രാമ ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. ഡ്രാമ തന്നെയാണ് അതിന്റെ പ്ലോട്ട്. ഒരു നാടക ട്രൂപ്പിൽ നടക്കുന്ന, ട്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നാടകത്തിന്റെ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അത് ത്രില്ലറാണ് ശരിക്കും അല്ലേ. ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലൊക്കെ നമുക്ക് തരുന്നുണ്ടാ. അവര് തമ്മിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾക്ക് പ്രേക്ഷകർക്ക് അതാണ് ഈ സിനിമ നമ്മളെയാണ് ചിന്തിപ്പിക്കുന്നത് ഭയങ്കരമായിട്ട്. അതായത് നമ്മളാണ് തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് തമ്മിൽ. ഞാൻ സ്നേഹിക്കുന്നത് ഇത് അതാവൂ, ഇതിങ്ങനെ ആയിരിക്കും. അതൊക്കെ ശ്രദ്ധിച്ചോ? സാധാരണ ഒരു സിനിമക്കകത്ത കഥക്കകത്താണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുക. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഇല്ല. ശരിക്കും ഇത് വളരെ ക്ലിയർ ആയിട്ട് കഥ പറഞ്ഞു പോകണമെന്നല്ല, ആ ഒരു മെത്തേഡാണ്. പക്ഷെ കൂടുതൽ ഇഷ്ടം അറിയോ, ആ സ്ക്രീനിൽ 12 ആളാണെങ്കിൽ ഇപ്പൊ നമ്മളെ 3 ആളും കൂടി കൂട്ടിയിട്ട് 15 ആളാക്കി ആ സ്ക്രീനിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മളും കൂടെ ഡിസ്കസ് ചെയ്യണം തരുന്നുണ്ട്. അതിന് വലിയൊരു റീസൺ എന്താ മാത്രമല്ല, ഇതിന് വലിയൊരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പാട്ടില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, ഒരു BGM ഇല്ല, അങ്ങനത്തെ ഒന്നും സാധനങ്ങളില്ല. ഈ സിനിമ കംപ്ലീറ്റ്ലി ആ നടന്മാര് മൊത്തത്തിൽ അല്ലെ, ആ നടിയും ബാക്കി നടന്മാരും കൂടി അവരുടെ ഡയലോഗ് ഡെലിവറി കൂടി ഇങ്ങനെ പടം പോവാ. അത് ഭയങ്കര ഫ്ലോയിലാ പോണത്. അതായത് സാധാരണ ഒരു സിനിമയില് ചിലപ്പോ ഒരു പാട്ടും കുറച്ച് സൈലൻസ് ഒക്കെ വരുമ്പോ അത്രയും ഡയലോഗുകൾ പറയും. പക്ഷെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് തുടങ്ങി അവസാനിക്കുന്നത് വരെ എങ്ങനെ ആ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് ഡയലോഗ് ഇട്ട് പോയി ഭയങ്കര എൻഗേജിംഗ്. ശരിക്കും പറഞ്ഞാൽ അത് കുറെ ലാഗ് ഉള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് എന്നാൽ പോലും ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു നമ്മള്. സിനിമയ്ക്ക് ആവശ്യമുള്ള ലാഗിങ് ആണ്. അതായത് ഇപ്പൊ നമ്മള് നോർമൽ ആയിട്ട് ഒരു കാര്യം നമ്മളെ കാർന്ന് നമ്മൾ 3 ആളും സംസാരിക്കുമ്പോ എങ്ങനെ വരും, അതുപോലെയാണ് ആ സിനിമയിൽ വെച്ചിട്ടുള്ളത്. സിനിമയ്ക്ക് ആവശ്യമുള്ള ലാഗ്. ചെറിയൊരു കഥയാണ്, ചെറിയൊരു സംഭവമാണ്, പക്ഷെ അത് 2.5 മണിക്കൂർ അവർ കൊണ്ടുപോയ രീതി അടിപൊളിയായിരുന്നു. ആൻഡ് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇട്ട് തരും, ഇയാളാണോ അയാളാണോ. പിന്നെ വേറൊരു പെർസ്പെക്റ്റീവിൽ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പല സാഹചര്യങ്ങളിലും എല്ലാം അറിഞ്ഞിട്ടും എന്തിനോ വേണ്ടി നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സെൽഫിഷ് ആവും, എടുത്തു വെക്കും. എന്നിട്ട് നമ്മൾ ഒരാൾ സ്റ്റാൻഡ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ട്. അത് കറക്റ്റ് എടുത്ത് കാണിച്ചത് നമുക്കത് കണക്ട് ആയി. നമ്മളെല്ലാരും ഉള്ളിലും ഭയങ്കരമായിട്ടൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെല്ലാരും ഉള്ളിലുണ്ട്. ആ സെൽഫിഷ്നെസ് നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് അത്രയും ക്ലോസ് ടു ആയിട്ട് നിൽക്കുന്നവരെ വരെ നമ്മള് ചതിക്കല്ല, ഒരു നിക്കില്ല, നമ്മൾ അവർ കൂടെ നിക്കില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു തോട്ട്. അതായത് നമുക്ക് റീവർക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇട്ട് വരുന്നത്. പിന്നെ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോ എനിക്ക് മലയാളത്തിൽ ഇപ്പൊ ഇത് 2ാമത്തെ പടമാണ് തോന്നുന്നു. ഞാൻ വേറെ പടങ്ങളിലൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ വിളിക്കരുത്. എനിക്ക് സമ്മറിങ് ബത്ലഹേമിലെ പൂച്ചേനെ പോലെ തോന്നി. ഇത് ആര് വെച്ച പൂച്ചയാണ്, ഈ പൂച്ച ആരാ കൊണ്ടുവന്നേ, ഈ പൂച്ച അല്ല എന്നാലും അത് പറയണ്ടേ. എനിക്കിപ്പോഴും മനസ്സിലായില്ല, ആർക്കും അറിയില്ല. അതാണ് ആ സിനിമേന്റെ ഒരു രസം. ഇറങ്ങിയപ്പോ ഞാൻ പറയാതിരുന്നതും ആ സിനിമേന്റെ ഒരു ഭയങ്കര രസമാണ്. സമ്മറിങ് ബത്ലഹേമിലെ പൂച്ച കഴിഞ്ഞാൽ പിന്നെ ഈ പടമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ എന്താവും. എന്നാലേ ഏറ്റവും രസം എന്താ വെച്ചാൽ എല്ലാരും ആവാം. ആ സിനിമയിൽ സംഭവിച്ചൊരു സംഭവം അത് എല്ലാരും ആവാം. അത് ായിട്ട് അവസാനം കൊടുന്ന് നിർത്തിയത് അതൊരു സംഭവമായി. കാരണം സിമ്പിൾ ആയിട്ട് കൊളാക്കാവും പറ്റാവുന്ന ഒരു സാധനം കൂടിയായിരുന്നു അത്. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കും, ഇതാവാം അതാവാം എന്നുള്ള രീതിയില്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്, ഞങ്ങൾക്ക് അത് അറിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം. അതായത് ഇത് ഇങ്ങനത്തെ സിനിമകളുണ്ടല്ലോ കുറെ കാലം കഴിഞ്ഞാലും എടുത്തു വെച്ച് ചർച്ച ചെയ്യും അല്ലേ.
ഈ പറയുന്ന പോലെ സംരംഭത്തിലേക്ക് ചർച്ച ചെയ്യുന്ന പോലെ എടുത്തു വെച്ച് ചർച്ച ചെയ്യും ആളുകൾ. കാരണം പിന്നെ മാത്രല്ല ഇതിൽ പറഞ്ഞിട്ട് ഈ കഥ കൈകാര്യം ചെയ്യുന്ന സംഭവം എല്ലാ കാലത്തും വളരെ ഭയങ്കര റെലവന്റ് ഉള്ള സാധനം. ആൻഡ് പല സ്റ്റേജുകളിലും ഒരു BGMോ ഒരു തരത്തിലുള്ള എക്സാജുറേഷനും ഇല്ലാതെ നമ്മളെ ത്രില്ലടിപ്പിച്ചു. എനിക്ക് വിനയ് ഫോർട്ടിന്റെ ആക്ടിങ്ങും എല്ലാരും നമുക്ക് പല ഇമോഷൻസ് തോന്നും. സ്നേഹം പറയണ പോലെ ഇയാളോടൊന്നും മിണ്ടായി പലവട്ടം ചോദിക്കുന്നു. പല ക്യാരക്ടേഴ്സിനോടും നമുക്ക് തോന്നും. എനിക്ക് വിനയ് ഫോർട്ടിന്റെ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നി ഒന്നും മിണ്ടാതിരിക്കും, ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. നമ്മളും കൂടെ അതിൽ ഡിസ്കഷൻ നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കുമ്പോ ഇയാൾ ഇടപെടുമ്പോ സ്നേഹം ഇടയ്ക്ക് പറയുന്നത് ഇയാളൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നു. സോ ഒരു ബ്യൂട്ടിഫുൾ മൂവി, ഭയങ്കര ഒരു വേറൊരു കൈൻഡ് ഓഫ് വേറൊരു വൈബ്. എല്ലാവരും നായകന്മാരാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാൾ എന്നുള്ള രീതിയിലില്ല. ഇത് വിനയ് ഫോർട്ടിന്റെ പടാന്ന് പറയാൻ പറ്റില്ല, അത് എല്ലാവരുടെയും സിനിമയാണ് ഇതില്. നല്ല കിടിലനായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല സത്യത്തിൽ. കാരണം ഇടിവെടി പോകുക, BGMന്റെ അതിപ്രസരം, പാട്ടില്ല, പിന്നെ അതേപോലെ സമയത്ത് ഒരു സ്പെഷ്യൽ BGM കുറെ ആലോചിച്ചു. അത് നാടകത്തിന്റെ ഒരു ടെൻഷൻ ഇതാക്കുന്ന ഒരു സാധനമാണ്. അത് അങ്ങനെയാ പോയിട്ടുള്ളത്. പക്ഷെ നാടകത്തിന്റെ നാടകം കണ്ടപ്പോഴും ഇംഗ്ലീഷ് മൂവികളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനം. ഇതിന്റെ റെഫറൻസ് ഉള്ള കുറെ മൂവികൾ ഉണ്ട് എന്നൊക്കെ ഞാൻ അടുത്ത റിവ്യൂസ് ഒക്കെ പറയുന്നത് കേട്ടു. ഇനിയിപ്പോ അതൊക്കെ ഇരുന്ന് കാണണം. കാരണം ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ സാധനം. ഭയങ്കര രസത്തിൽ പോയി ഈ സംഗതി. അല്ല, ഞാൻ ഇതിലെ കേട്ടത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിന്റെ സംവിധായകനൊരു നാടക ഡയറക്ടറോ അങ്ങനെ എന്താണെന്ന് ഞാൻ കേട്ടിരിക്കാറില്ല, സത്യം അറിയില്ല. ഇത് കണ്ടപ്പോ നാടകം കാണിക്കണ്ടല്ലോ ഈ സിനിമയില്. അത് കാണുമ്പോ തോന്നുന്നു നാടകം കാണാൻ തോന്നുന്നു നമുക്ക്. ഡ്രാമ ശരിക്കും അങ്ങനെയല്ല സ്നേഹം. നമുക്കൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു നാടകം കണ്ടുള്ള കൾച്ചറൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവൂല. നമുക്ക് ഇങ്ങനെ സ്പൂൺ ഫീഡ് സിനിമയായിട്ട് എടുത്ത് സ്പൂൺ ഫീഡ് ചെയ്താലേ എനിക്ക് ഇത് പേഴ്സണലി മനസ്സിലാവുള്ളൂ. അല്ലാതെ ചിലപ്പോ ഇപ്പൊ അതിന്റെ പല സാഹചര്യത്തിലും ഈ സിനിമയില് ഇതിന്റെ ഒരു തിയേറ്ററിക്കൽ വേർഷൻ, തിയേറ്ററിൽ എങ്ങനെ ഡ്രാമ കളിക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനത്തെ ഡ്രാമ എനിക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റണില്ല. ഞാനത് കണ്ടുപോലും ചിലപ്പോ ഇരിക്കില്ല, കാരണം എനിക്ക് കണക്ട് ആവില്ല. വേറെ വേറെ സാധനങ്ങളാണ് നമ്മൾ ഈ അടുത്ത് കാണുന്ന സിനിമകളെല്ലാം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ സിനിമ കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോ തിയേറ്ററിൽ വിട്ടിട്ടാണ് പോരുക. ഈ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ തലച്ചോറിന്റെ എവിടെയോ ഈ സാധനം ഇങ്ങനെ കിടക്കും. അതങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ അതിനെ കൂട്ടി ഡിസ്കസ് വരും. എന്തായാലും രണ്ടാളും ഒരുമിച്ചാ പോണേ. എന്താണെങ്കിലും മലയാളത്തിൽ നിന്ന് നല്ല കിടിലം സാധനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒക്കെ ഒപ്പം പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല സാധനം കൊണ്ടുവരണം. മലയാള സിനിമയുടെ വലിയ പ്രത്യേകത ഏതാണ്? ബിഗ് ബഡ്ജറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെനിക്ക് തോന്നുന്നു ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും തോന്നുന്നു. കഥ പറയാനും ഒന്നുമില്ല. ഭയങ്കര അപ്രിസിയേഷൻ. ഒരു കഥ, ഒരു ചെറിയൊരു പ്ലോട്ട്, അതിങ്ങനെ സംഭവം അല്ല. പക്ഷെ അങ്ങനെയല്ല പറയുമ്പോ സ്നേഹന്റെ പെർസ്പെക്ടീവിൽ ആ സാധനം ഇത്രയും ചെറുതാണ് കൊണ്ടുപോയല്ലോ എന്നാണ്. ഈ സാധനത്തിന് 2 മണിക്കൂർ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇരുത്തി കൊണ്ടുപോയ സിനിമയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോ എനിക്ക് എങ്ങനെയെന്ന് അറിയോ, എനിക്കൊരു ഒരു പരിധി വിട്ട് സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ ആ ഹീറോയിൻ ക്യാരക്ടർ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ അത് കറക്റ്റാ. അതും പിന്നെ വിനയ് ഫോർട്ടിന്റെ ഒരു ചിരിയുണ്ട്. ആ ചിരിക്ക് ഈ സ്ത്രീ കൊടുക്കുന്ന റിപ്ലൈ ഉണ്ട് ആ ബസ് സ്റ്റോപ്പിന്റെ അകത്തുനിന്ന്. അതൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളെ ഹോണ്ട് ചെയ്യും. അതായത് നമ്മളെ ലൈഫിൽ ആർക്കെങ്കിലും ഇനി ഈ പരിപാടി നമ്മൾ കാണിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പണി കൊടുത്തിട്ടുണ്ടോ? പണിയല്ല, നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത മാതിരി, അല്ലെങ്കിൽ അത് അവരെ അതിൽ നിന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച് നമ്മളെ ലാഭത്തിന് വേണ്ടി, സ്വയം ലാഭത്തിന് വേണ്ടി അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള മെമ്മറി ഇങ്ങനെ വരും. ശരിക്കും ഹോണ്ട് ചെയ്യും നമ്മൾ. കുട്ടിന്റെ മനസ്സിലുള്ളത് കാര്യങ്ങളും ആർക്കും പറയാൻ പറ്റില്ല. ഓപ്പോസിറ്റിലെ ആൾക്ക് എത്ര ഒരൊറ്റ ചോദ്യം ആ ബസ് സ്റ്റോപ്പിൽ അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ത്? അതല്ലെങ്കിൽ വേറെ അത് ഞങ്ങള് സ്പോയിലറാണ്. അതൊരു 1.5 ചോദ്യം. അത് ഭയങ്കര ചോദ്യമായി പോയി. കാരണം അത് കണ്ടിരുന്നപ്പോഴും എനിക്ക് ആ ചോദ്യം മനസ്സിൽ വന്നില്ല. എനിക്ക് ആ ഒരു ചോദ്യം വന്നല്ലോ, ഇതല്ലെങ്കിൽ അല്ലെ? അതെ, അതാണ് ആ സിനിമേന്റെ ബ്രില്യൻസ്, അതാണ് ആ ഡയറക്ടറിന്റെ ബ്രില്യൻസ്. അത് ആ ക്യാരക്ടർ പറയുമ്പോ അത് കൺവിൻസിങ് ആവണമെങ്കിൽ നമ്മളെ മനസ്സിൽ ഒരിക്കലും ആ ചോദ്യം വരരുത്. അങ്ങനെ ചോദ്യം ആ കഥ നമ്മളെ കൊണ്ടെത്തിച്ചു, ഇയാളാണ് ഇന്നതാണ് നമ്മളെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല. അതായത് ഹാറ്റ്സ് ഓഫ് കിള്ളം പടം അല്ലെ, കണ്ടില് ഭയങ്കര നഷ്ടം. നടിയാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്,
ഉറക്കാണ്, ഉറക്കഗുളികയാണ്, ഒന്നും മനസ്സിലായില്ല. അതെന്താ നാടകം പോലെ ഇതിലെന്താ മറ്റ് ഇങ്ങനത്തെ മാക്കാച്ചി ഡയലോഗ് അടിക്കാൻ തിയേറ്ററിൽ കയറുകയാണ്. നീ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഇറങ്ങിയിട്ട് ഓടണം. അല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് ഇതെന്താ എങ്ങനെ എന്താ പിന്നെ മുണ്ടിയ ഇപ്പൊ എങ്ങനെ കാണിച്ചത് ഇപ്പൊ അത്ത കാട്ടുന്നത് അങ്ങനത്തെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോ അല്ലേ. അതിപ്പോ നിങ്ങളെ പൈസ ഇറങ്ങി പോയിക്കോന്ന് പറയാൻ എനിക്ക് പറ്റില്ലെങ്കിലും പക്ഷെ ഡയലോഗ് അടിക്കുമ്പോൾ നമുക്ക് പറയാം. കാരണം നമ്മളെ ശരീരത്തിൽ കേൾക്കുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ഭയങ്കരമായിട്ട് ആ സാധനം നമ്മൾ സിനിമയിൽ ഇങ്ങനെ കറക്റ്റ് നമ്മള് സിനിമ പിടിച്ചിരിക്കുമ്പോ മുന്നിൽ ഇരുന്നിട്ട് കൊണച്ച ഡയലോഗ്. ആ സിനിമേന്റെ കഥ പറഞ്ഞ ഒരു സംഭവമാണ്. അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഓരോരോ രീതിയിൽ അതിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുമ്പോ തിയേറ്ററിനുള്ളിൽ തന്നെ ഉണ്ടോ നമ്മളെ പോലെ ആ സിനിമ കണ്ട ആൾക്കാരുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഉറക്കം വരുന്ന പറഞ്ഞ ആളുടെ ബാക്കിൽ നിന്ന് കയ്യടിയും കേൾക്കും. അല്ല വേറെ രസം എന്താ അറിയോ, ഞാൻ എപ്പോഴും എനിക്ക് അനോയിങ് ആയിട്ട് തോന്നിയിട്ടില്ല, സിനിമ കാണുകയാണ് എല്ലാവരും ഒരു തിയേറ്ററിൽ സിനിമ കാണുക, പരസ്പരം ചിലപ്പോൾ നമ്മളിങ്ങനെ പെല്ലാം ഡിസ്കസ് ചെയ്ത് ചെറുതായിട്ട് അതൊന്നും ആള് കേൾക്കില്ല, മൈന്യൂട്ടായിട്ട് നമ്മൾ തമ്മിൽ പറയുന്നുണ്ടാവും. ഇത് സിനിമയില് തിയേറ്ററിലുള്ള 50 ആള് കേൾക്കാനും ഉള്ള മാതിരിയുള്ള മറ്റേ കൗണ്ടർ ഡയലോഗ് ചില സമയത്ത് രസമാണ്, ചില സമയത്ത് വളരെ ബോറിംഗ് ആണ്. അങ്ങനത്തെ സീരിയസ് പടമായി കളിക്കുമ്പോ കോമഡി ആണെങ്കിൽ ഫോട്ടോ വയ്ക്കാം. നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോ ഓരോ വർത്താനം കേൾക്കുമ്പോ നമുക്ക് ഒരു അരോചകമായിട്ടുള്ള രീതി അത് നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി പറയാം. അതിന് വേണ്ടിട്ടാണ് പറയുന്നത്. നമ്മള് തിയേറ്ററിൽ മൊത്തം എൻജോയ് ചെയ്തിട്ട് അങ്ങനെ സലാറിന് പോയപ്പോ അങ്ങനെയായിരുന്നു, തിയേറ്റർ മൊത്തം ദിനോസർ പറഞ്ഞിരിക്കുന്നു. കാരണം എല്ലാവർക്കും ഒരു ഫീലിംഗ് ആണ്. പിന്നെ അതേപോലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം വെച്ചാൽ തിയേറ്റർ ഫുൾ ആയിരുന്നു. അതെന്തായാലും അത്രയും ഇഷ്ടത്തോടെ കാണണം. അത് ഉറക്കഗുളിക്ക് എങ്ങനെയാന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ സിനിമ ആസ്വദിക്കാൻ വേണ്ടി പോണവർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടമാവും. അപ്പൊ എല്ലാരും പോയി കാണാം അല്ലേ? എന്തായാലും കാണണം ശരിക്കും. 2024 മസ്റ്റ് വാച്ച്. എനിക്ക് തോന്നുന്നു 2024 എല്ലാ പടങ്ങളും ഇനി അങ്ങനെയൊക്കെ ഫസ്റ്റ് ആൻഡ് മസ്റ്റ് വാച്ച്.